ഇതൊന്നും ഉണ്ടാക്കി തരുമെന്നും ചോദിച്ചുകൊണ്ട് എൻ്റെ പുറകെ ഒരാൾ നടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. എന്തായാലും ഇൻസ്റ്റാഗ്രാമിൽ റെസിപ്പി അയച്ചു തന്നു. എന്നാൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ആള് വേറെ ആരും അല്ല, എൻ്റെ കെട്ടിയൻ തന്നെയാണ്. ഇവിടെ ഇപ്പം വേറെ ആരായില്ലേ എൻ്റെ പുറകെ നടക്കാനുള്ളത്. ആദ്യം തന്നെ കുറച്ച് ചിക്കൻ കുനുകുന അരിഞ്ഞ് മഞ്ഞപ്പൊടി, മുളകുപൊടി, കുരുമുളകുപൊടി, ഉപ്പൊക്കെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതൊന്ന് സെറ്റ് വരുമ്പോഴത്തേക്ക് ഒരു പാനിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1 സ്പൂൺ ബട്ടറും കുറച്ച് പാലും 1 സ്ലൈസ് ചീസും ഇട്ട് ആവശ്യത്തിന് ഉപ്പും കുരുമുളകും ചില്ലി ഫ്ലേക്സും ഇട്ട് നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. ഈ വൈറ്റ് സോസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഞാനൊരു ബഹു മിടിക്കായതുകൊണ്ട് തന്നെ എപ്പോഴത്തെയും പോലെ തന്നെ ഇപ്രാവശ്യം നല്ല രീതിയിൽ അതങ്ങ് ചീറ്റിപ്പോയിട്ടുണ്ട് ഗൈസ്. കോൺഫ്ലവറിന്റെ അളവ് കൂടുതലായോണ്ടാണോ അതോ പാൽ ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യാത്തോണ്ടാണോ എന്നറിയത്തില്ല. എപ്പം ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കിയാൽ അത് വൈറ്റ് ജാം പോലെ ആയി വരുന്നുണ്ട്. ലാസ്റ്റ് വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് എനിക്ക് പാലിന്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കുറച്ച് പിസ്സ സോസും ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബണ്ണ് കീറി അതിനകത്തോട്ട് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത്. അവസാനമായിട്ട് ബണ്ണിന്റെ മേലോട്ട് കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് ബട്ടർ തേച്ച പാനിനകത്ത് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. സംഭവം കാണാൻ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും ടേസ്റ്റിന്റെ കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ല പൊളി ഐറ്റം ആണ്. അപ്പോൾ ഓക്കെ, ബൈ.